കടക്കെണിയിൽ മുങ്ങിയ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും വികസനം തുടരുമെന്നും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കോതമംഗലം അടിവാട് കവലയിൽ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനലാണ് ഈ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പെന്നും കടക്കെണിയിൽ മുങ്ങിയ കേരളത്തിൽ UDF അധികാരത്തിൽ വരുമെന്നും വികസനം തുടരുമെന്നും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോതമംഗലം അടിവാട് കവലയിൽ UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് നിന്നും യുവാക്കൾ തൊഴിൽ കിട്ടാതെ നാടുവിട്ടു പോവുകയാണ്. അവരെയെല്ലാം ഇവിടെ തന്നെ നിലനിർത്തുന്നതിന് പദ്ധതി ആവിഷ്കരിക്കും. കേരളത്തിന്റെ നഗരങ്ങളിൽ പോലും ആനയും പുലിയുമാണ്. വന്യമൃഗശല്യം തടയാനും ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും പദ്ധതികൾ ആവിഷ്കരിക്കും. സ്വന്തം കുടുംബങ്ങളിലെ പട്ടിണി അകറ്റാൻ 100 രൂപ ഓണറേറിയം കൂട്ടിച്ചോദിച്ച ആശാപ്രവർത്തകരെ അപമാനിച്ചവരാണ് കേരളം ഭരിക്കുന്നതെന്നും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുഴുവൻ UDF സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ച് പല്ലാരിമംഗലം പഞ്ചായത്ത് ഭരണവും തിരികെ പിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ പല്ലാരിമംഗലം പഞ്ചായത്ത് UDF ചെയർമാൻ KM ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. കൺവീനർ KJ ബോബൻ സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് A മുഹമ്മദ് ഷാ, ജില്ലാ പ്രസിഡന്റ് NVC അഹമ്മദ്, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂർ, ജില്ലാ UDF കൺവീനർ ഷിബു തെക്കമ്പുറം, പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PK മൊയ്തു, മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ KM ഹസൈനാർ, കരീം പാടത്തിക്കര, അൻസാർ മുണ്ടാട്ട്, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് PM സക്കറിയ, ജനറൽ സെക്രട്ടറി K മുഹമ്മദ് ഇക്ബാൽ, ട്രഷറർ PAM കരീം, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ്, അലിയാർ മംഗലത്ത്, അബു കൊടത്താപ്പള്ളി, KB മുഹമ്മദ്, UDF സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.